ഹലോ, നമസ്കാരം. ആ, ഈ വഴി ആദ്യമായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യൂ. പുതിയ ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കൂ. കാര്യത്തിലേക്ക് കിടക്കാം. അപ്പാനി ഓ അപ്പാനി 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 ഓഹോ അപ്പാനി ശരത്ത് അപ്പാനി എന്താണ് അപ്പാനി ശരത്ത് അപ്പാനി എന്താ ഈ ചങ്ങായി കാട്ടണല്ലേ? നമ്മുടെ അപ്പാനി ശരത്ത്, എന്താണ് പുള്ളിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ആസ് എ കണ്ടസ്റ്റൻറ്റ്? ചീത്തവിളി തെറിവിളികളൊക്കെ ഒഴിവാക്കുക, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുള്ളിയെ കുറിച്ചിട്ട്? മൂപ്പരുടെ ഗെയിമിംഗ് രീതിയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോളുടെ ഒരു രീതിയോട് എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആളുകൾക്കൊരു താല്പര്യക്കുറവുണ്ട്. നമ്മളെല്ലാവരും വളരെ ശക്തമായ ഭാഷയിൽ അനുമോളെ വിമർശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ബട്ട് ഇഷ്ടപ്പെടുന്നവരിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരോടൊരു വിയോജിപ്പ് തോന്നിയ ആളുകൾ ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ഈ എപ്പിസോഡ് ഉണ്ടല്ലോ, അതായത് 32ാമത്തെ എപ്പിസോഡ്, എന്താ പറയുക, അനുമോളോടൊരു താല്പര്യക്കുറവ് ചെറിയ രീതിയിൽ വന്ന ആളുകൾക്കൊക്കെ വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാനൊരു കാരണമായി എന്നാണ് എനിക്ക് തോന്നിയത്. ആ കാരണം ആരാണ് ഉണ്ടാക്കിയത്? ആര് ഉണ്ടാക്കിയത്? നമ്മുടെ അപ്പാനി ശരത്ത് കുട്ടേ. അപ്പാനി എന്താണ് സീരിയസ്ലി മാൻ, ഇയാളെന്താ ഉദ്ദേശിക്കണേ? എന്താണ് ഇയാൾക്ക് വല്ല സ്ട്രാറ്റജി ഉണ്ടോ? എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കണതാണ്. എന്ത് വെറുപ്പിക്കലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ വെറുപ്പിക്കൽ. സംഗതി അനുമോൾക്ക് എന്തോ പണിഷ്മെൻ്റൊക്കെ കിട്ടിയിട്ട്, എന്താ പറയുക, മറ്റേ നെവിനൊക്കെ പണിഷ്മെൻറ്റ് കിട്ടിയിട്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അനുമോളെ പ്രൊവോക്ക് ചെയ്യാം, ഗെയിമാണല്ലോ, കൊമ്പൊന്നുമില്ല അനുമോൾക്ക് പ്രൊവോക്ക് ചെയ്യുക, അനുമോളെ പ്രൊവോക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല, പ്രൊവോക്ക് ചെയ്തോട്ടെ. പക്ഷേ ഈ ശരത്ത് ഈ പ്രൊവോക്കിങ്ങും കോപ്പമൊന്നും അല്ല ചെയ്യുന്നത്, മനസ്സിലായ? ഒരുമാതിരി ഒരു വൃത്തികെട്ട ലെവലിലുള്ള ഒരു ബുള്ളിങ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു പ്രേക്ഷകനല്ലേ, അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം ഞാൻ പറയാം. ആസ് എ പ്രേക്ഷകൻ ഈ ശരത്ത് അനുമോളുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ബുള്ളിങ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ആക്ച്വലി തോന്നുന്നത്. ഇയാളെന്ത് വെറുപ്പിക്കലാണ്, അല്ലെങ്കിൽ ഇയാൾ എന്ത് മാങ്ങാത്തൂരിയാണ് കാണിക്കണം, അങ്ങനെ ഒരു ഇറിറ്റേഷൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അനുമോളുടെ അന്തമായ ഫാൻ ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ കൃത്യമായിട്ട് അവരെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരോട് വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമില്ലല്ലോ. എപ്പിസോഡിനനുസരിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് തോന്നുന്നത്. കാരണം സപ്പോർട്ട് ചെയ്യുക, അതിന് കാരണം ഉണ്ടാക്കിയത് ശരത്താ. ഇങ്ങനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കാണെന്നുണ്ടെങ്കിൽ അയ്യോ പാവം അനുമോളെന്ന് തോന്നൂലേ? കഷ്ടം. എനിക്ക് പറയാനുണ്ട് കുറച്ച്. അല്ല, പിന്നെ ഈ എന്താണ് ശരത്ത് എന്തിനാണ് ഈ അപ്പനെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇടുന്നത്? അനുമോളുടെ മറ്റേ കരിപ്പെട്ടി എടാ മോളാണെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ പറയുന്നത് എന്ത് 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 ലോ ക്ലാസ് ലെവലിലുള്ള വർത്തമാനമാണ് ഈ ശരത്തൊക്കെ പറയുന്നത്. ഈ ശരത്തൊക്കെ വലിയ കാര്യത്തിൽ ഈ അനുമോളേനെ എന്താണ് അവർക്ക് ക്വാളിറ്റിയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കൈൻഡ് ഓഫ് ക്രിറ്റിസിസം പറയുമല്ലോ. ഇങ്ങനെ അവർ പോരാ, ഇങ്ങനെ പോരാ, അങ്ങനെ പോരാ എന്നൊക്കെ പറയുമല്ലോ. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ അങ്ങനെ പറയുന്ന, അങ്ങനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ലെവലിലാണ് തിരിച്ച് അങ്ങോട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസമാണ് ആക്ച്വലി ഉള്ളത്? അപ്പം കണക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ അനുമോളോട് വെറുപ്പുള്ള ആളുകൾ, നിങ്ങൾ വെറുപ്പ് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അന്ധമായ വെറുപ്പും അന്ധമായ ആരാധനയും വെക്കരുത്. ഇവിടെ ശരത്ത് അനുമോളോട് കാണിച്ച ഈ ഒരു കൈൻഡ് ഓഫ് ബുള്ളിങ് ഉണ്ടല്ലോ, അത് വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അന്ധമായ വിരോധവും വിട്ടിട്ട് നിങ്ങൾ ന്യൂട്രലായി കണ്ടിട്ട് ഇവിടെ ഈ ശരത്തിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യത്തിൽ ക്രിട്ടിസൈസും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഗെയിമൊന്നുമല്ല ശരത്താണെന്നുണ്ടെങ്കിലും കളിക്കുന്നത്. അല്ലേ? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടാ? ശരത്ത് കളിക്കുന്നത് നല്ല ഗെയിമാണ്. അനുമോളുടെ അപ്പനെ കൊണ്ടുവന്നിട്ട് ഇടുക എന്താണ് അവരുടെ, എന്താണ് അത് അവരുടെ വേറെ കാര്യമാണ്, വേറെ തന്നെ പേഴ്സണലി നടക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ എന്തിനാണ്?
മറ്റേ അനീഷ് അപ്പം ഇടയിൽ വന്നിട്ട് നാണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിൻ്റെ അടുത്ത് ചോദിക്കണ്ട. അനീഷ് കിടലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സീസണിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇവരെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനീഷൊക്കെ എത്രയോ കൊമ്പത്താണ് ആക്ച്വലി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീഷിന് വരെ എന്താ പറയുക ചിന്തിച്ച് ഈ ശരത്ത് കാണിക്കുന്നു മഹാ ഉളത്തര മഹാ ബോറ, അതുകൊണ്ട് തന്നെ നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ അയാൾ നാണില്ല എന്ന് പറയുമ്പോൾ ശരത്ത് എന്താണ് പറയുക, അനീഷിൻ്റെ പൊക്കത്ത് ഈ ഓടാ പറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ശരത്തിന് പിന്നെ വേറെ എന്താ അറിയാം, എടാ പോടാന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഇങ്ങനെ തിരിച്ച് നിലവിളിച്ചുകൊണ്ട് പോകാന്നല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വലിയ ഗെയിമും കോപ്പൊന്നും അറിയില്ല. അതേപോലെ തന്നെ മറ്റേ അനീഷിനെ മറ്റേ എന്താണ് ഇവരെന്താ പണ്ട് കൊപ്ര കച്ചവടം അങ്ങനെ എന്തൊക്കെയൊക്കെ പണ്ട് അനീഷൊക്കെ നടത്തിയിട്ടില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ എന്തിനാണ് ഇത് അനുമോളുടെ അപ്പനെ കൊണ്ടുവന്നിട്ട് ഇടുക, അനീഷിൻ്റെ മറ്റേ കൊപ്ര കച്ചവടത്തിൻ്റെ സംതിങ് അത് കൊണ്ടുവന്നിട്ട് അനീഷ് ഇടുക, ശരത്ത് ഇടുക. ഇതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഈ ശരത്ത് താഴേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിയാലിറ്റി. എന്താണ് ശരത്തിൻ്റെ വിചാരം, ശരത്ത് ഹീറോ ആണെന്നുള്ള രീതിയിലാണ്. എന്ത് ഹീറോ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, സിനിമ നടത്തുന്നുള്ള രീതിയിൽ നല്ല കഴിവുണ്ട്, ഉസ്സാറാണ്, അങ്കമാലി ഡയറിയിലൊക്കെ പട കഴിവിനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയുന്നില്ല, കിടുക. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വട്ടക്കുമ്പളങ്ങ എന്നാണ് എനിക്ക് ശരത്തിനെ കുറിച്ച് പറയാനുള്ളത്. അവസരം കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അറിയാതെയാണ് അതിൻ്റെ അകത്ത് മൂപ്പര് നിൽക്കുന്നത്. മൂപ്പർക്ക് ആകെയുള്ള ഗെയിം എന്ന് പറയുന്നത് എന്താ, അനീഷിൻ്റെ മെക്കെട്ട് ചാടുക, അനുമോളുടെ മെക്കെട്ട് ചാടുക. നമ്മളിതൊക്കെ നോട്ട് ചെയ്ത് പറയും, മനസ്സിലായ? നമ്മളിതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത്. ഇങ്ങേർക്ക് ആകെ ധൈര്യമുള്ളത്, ഇങ്ങേർക്ക് ആകെ മെക്കെട്ട് കയറാൻ ഒരു കംഫർട്ട് സോൺ ഉള്ളത് അല്ലെങ്കിൽ ധൈര്യമുള്ളത് വെറും അനീഷിൻ്റെ അടുത്തും അനുമോളുടെ അടുത്തും മാത്രമാണ്. അല്ലാതെ വേറെ ഒരു കുട്ടറെ അടുത്തും മൂപ്പർക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ വയ്യ. പുള്ളി സംസാരിക്കത്തുമില്ല. ഇനി അഥവാ സംസാരിച്ചാൽ തന്നെ പുള്ളി കുറച്ചൊന്ന് ഷുഗർ കോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു പരിധിയിൽ നിന്ന് വിടാതെ ഇങ്ങനെ നിന്നിട്ടാണ് ശരത്ത് ആക്ച്വലി പോകുന്നത്. പക്ഷെ അനീഷിൻ്റെ കാര്യത്തിലും അനുമോളുടെ കേസിലേക്കൊക്കെ വരുന്ന സമയത്ത് മൂപ്പര് ഭയങ്കര സംഭവമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള ശരത്തിൻ്റെ അപ്രോച്ചിനോടാണ് വല്ലാത്തൊരു വിയോജിപ്പും അല്ലെങ്കിൽ താല്പര്യക്കുറവും ആക്ച്വലി ഉള്ളത്. മനസ്സിലായ? മൂപ്പർക്ക് പിന്നെ അക്ബർ ഇല്ലാതെ ഗെയിമില്ല. അക്ബർ പിന്നെയും അത്യാവശ്യം ഗെയിമും കളിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് അക്ബർ പോകുന്നുണ്ട്. അക്ബർ ശരിക്കും ഇൻഡിവിജ്വൽ ഗെയിമറാ. മൂപ്പർക്ക് കൂട്ടം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മൂപ്പർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അക്ബർ കളിക്കും. അക്ബർ ചിലപ്പോൾ പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. ഇവ കൂടാത്തതിന് ഷാനവാസായിട്ട് ചെറുതായിട്ടൊരു ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ റെട്ടിയായി അക്ബർ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളും. ശരത്തിൻ്റെ കാര്യമാണ് അത്. ഞാൻ എപ്പിസോഡ് കുറേ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ബർ കയറി വരികയും ചെയ്യും, ശരത്ത് അക്ബറിൻ്റെ വാലി തൂങ്ങി നിന്നിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേ ഗതിയിലേക്ക് തന്നെയാണ് ഈ ശരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാൾ ഈ പറഞ്ഞ അനീഷിൻ്റെയും അനുമോളിൻ്റെയും പുറകെ ശരത്ത് പോവും? അനുമോളും അനീഷൊന്നും ഈ അടുത്തൊന്നും പുറത്താവാൻ വേണ്ടി പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു, എങ്ങാനും ഇവർ പുറത്തായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ശരത്ത് അവിടെ ബീൻ ബാഗിൻ്റെ പൊക്കത്ത് അല്ലെങ്കിൽ ഊഞ്ഞാലിൻ്റെ പൊക്കത്തിരുന്ന് വെറുതെ ആടിക്കൊണ്ടിരിക്കേണ്ടി വന്നിട്ടുണ്ടാവും, എല്ലാവരുടെ തോളത്തും കൈയിട്ടിട്ട്. കാരണം ആരെയും പണക്കാൻ പുള്ളിക്ക് വയ്യ. ഇവരെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രത്യേകിച്ച് ഒന്നും പറയൂലല്ലോ. ഇവരുടെ മെക്കെട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംഫർട്ടബിളാണ്, അത് കയറി അങ്ങ് അടിക്കാം, സുഖമാണ്. അപ്പോൾ ഹീറോ എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിച്ച സംഭവമായി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് മൂപ്പര് നിൽക്കുന്നത്. മറ്റേ ടെഡിയൊക്കെ എടുത്ത് വലിച്ചെറിയുക. ഇപ്പോൾ എനിക്കതൊക്കെ ആ ആക്ടിവിറ്റീസൊക്കെ വളരെ മോശമായിട്ട് തന്നെ ഇടം തോന്നുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ മോശം തന്നെയാണ്. ഇപ്പോൾ അനുമോൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അനുമോളുടെ രീതികളോട്. അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ കേസൊക്കെ ഉണ്ടല്ലോ ആര്യൻ ജിസൈൽ വിഷയം, ഞാൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ വിമർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തു കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കാണുമ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശരത്തൊക്കെ ഈ പറഞ്ഞ പാവം എടുത്ത് വലിച്ചെറിയുക എന്തിനാണ്? ഇപ്പോൾ ആളുകൾക്ക് തോന്നും എന്താ പറയുക, ഈ പാവയിൽ എന്തിരിക്കുന്നു, അത് ക്യൂട്ട്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇത് എന്നൊക്കെ തോന്നുമായിരിക്കും. സീരിയസ്ലി മാൻ, നിങ്ങൾക്ക് ഇപ്പം എന്നെ ക്രിഞ്ചായിട്ട് തോന്നിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ കയ്യിലൊരു ബൊമ്മയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇയാൾ കണ്ടോ, ഇതെൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ കിടക്കുമ്പോൾ ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഫീലാണ് അത്. അപ്പോൾ അനാവശ്യമായിട്ട് ഇതിനെ കൊണ്ടൊന്ന് തൊടുക, എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട്. എന്നെ ചൊറിയണമെങ്കിൽ എന്നെ ചൊറിയണം, അത് ഗെയിം, അല്ലെങ്കിൽ അത് പേഴ്സണലായിട്ടുള്ള വിഷയം.
അല്ലാതെ എന്താ പറയുക, ഈ എന്താണ് ഇഷ്ടപ്പെടുന്ന ബൊമ്മയിലും ബിമ്മയിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ആണെങ്കിലും വിധം മാറും, വിധം മാറ്റിയിട്ടുമുണ്ട്. അത് വേറെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ. അപ്പം അതൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് പ്രായമൊന്നും ഒരു വിഷയമൊന്നുമല്ല. എനിക്ക് 31 വയസ്സായി. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ആളാണ് ഈ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം എനിക്ക് അതിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്നോട് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അനുമോളുടെ കേസിലാണെങ്കിൽ അനുമോളുടെ അടുത്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അനുമോളെ പ്രൊവോക്ക് ചെയ്യുക. മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷ ഉപയോഗിച്ചിട്ട് പ്രൊവോക്ക് ചെയ്യണം. അല്ലാതെ ബൊമ്മ എടുത്തെറിയുക, അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് വൃത്തികെട്ട തറ ലെവൽ കളിയായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. തറ ലെവൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തറ 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 ലെവലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇത് ശരത്തിൻ്റെ വിഷയമാണ് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത്. ശരത്ത് അനുമോൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ആണ് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത്. ഇന്നത്തെ എപ്പിസോഡ് തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. അനുമോൾ സൈലൻ്റ് ആയിരുന്നു. അനുമോൾ സൈലൻ്റ് ആയിരിക്കണം. അനുമോളുടെ പുറകെ ശരത്ത് പോവാതിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല. വീട്ടിലൊരു കണ്ടന്റും ഉണ്ടാവില്ല. അത് വേറെ കാര്യം. മേപ്പെട്ട് നോക്കി ഇരിക്കേണ്ടി വരും എപ്പിസോഡിൻ്റെ അകത്ത്. പക്ഷെ വേറെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ അക്ബർ ആണെങ്കിലും അല്ലേ, എൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവരൊന്ന് മാറി. മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ടാർഗറ്റ് ചെയ്ത് പുറകെ പോയിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൽഡ് കാർഡൊക്കെ കയറിയതിന് ശേഷം ഈ അക്ബറിനൊക്കെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി, ആ ബുദ്ധി ഉണ്ടല്ലോ, അപ്പോൾ മനസ്സിലാക്കിയിട്ട് ആ ലെവലിലൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പരിധിയുടെ അപ്പുറത്തേക്കൊന്നും പോകണില്ല. ഇവിടെ ഈ ശരത്ത് മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക, ഇതൊന്നും ബുദ്ധിയില്ലാതെ മനസ്സിലാക്കാതെ ഇങ്ങനെ അനുമോളുടെ പുറകെ മാസമല്ല അത്, കോമാളിത്തരാ. 7 സീസണായി, 7ാം സീസണിൽ വന്നിട്ടൊക്കെ ഒരു കണ്ടസ്റ്റന്റ് കാട്ടണ കാട്ടലാണത്. ഇനി അനുമോള് മറ്റേ പ്രാഗണൊക്കെ കണ്ട് ഞാൻ മറ്റേ എന്താണ് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നത് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. അത് തല്ലിപ്പൊളി പരിപാടി തന്നെയാണ് ഞാൻ പറയും. എന്താ പറയുക, എന്ത് പ്രാകലും പിടിക്കലും ഒക്കെ അത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് കേട്ടോ. അത് മഹാലമ്പ. അത് ഓപ്പണായിട്ട് പറയാം. നമ്മൾ എല്ലാ വർഷവും പറയണമല്ലോ സംസാരിക്കും. എനിക്കിതാണ് അനുമോളുടെ കേസിൽ എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. ഇങ്ങനെ ഈ പ്രാകല്, മുടിപ്പിക്കല്, ഈ വക പരിപാടികൾ കാണുമ്പോൾ എനിക്ക് അലമ്പ് തോന്നും. സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് താല്പര്യക്കുറവ് വരികയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന് യാതൊരു മാറ്റവും. അനുമോള് ഈ മറ്റേ എന്താണ് വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നതിന് ശേഷം അവരുടെ എന്താണ് അവർ വന്നതിന് ശേഷം ഒരു കോൺഫിഡൻസ് കൂടിയ പോലെയൊക്കെ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടൊക്കെയാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അനുമോൾ കുറച്ചൊന്ന് ട്രാക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച്, രീതികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് മുമ്പോട്ട് പോയാൽ അനുമോൾക്ക് നന്നായിരിക്കും. അതർവൈസ് ഇവിടെ ശരത്ത് ഉണ്ടല്ലോ, അവിടെ കൂടുതൽ സപ്പോർട്ടും സ്ക്രീൻ സ്പേസും അനുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ശരത്ത് ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. ശരത്ത് ഇനിയും ഇതൊന്നും മാറാതെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. പ്രൊവോക്ക് ചെയ്തിട്ടും ബുള്ളി ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ള ആൾക്കാർ വേറെ ഗെയിമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരത്ത് ഇങ്ങനെ അനിമോള് അനീസ് അനിമോള് അനിമോള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. സോറി വല്ലതും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ആ